ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുബോർഡ്. അപ്പം വിദ്യാർത്ഥികളെ അല്ലേ, ബ്ലർബ് റൈറ്റിംഗ് എങ്ങനെ എഴുതണം എന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ അല്ലേ, ബ്ലർബ് റൈറ്റിംഗ്, ഹൗ ടു റൈറ്റ് ബ്ലർബ് സാർ, എങ്ങനെയാണ് സാറ് ബ്ലർബ് എഴുതുക? എൻ്റെ കൂടെ നിന്ന് ഞാൻ പഠിപ്പിക്കാം. നോക്കൂ നിങ്ങൾ, നമ്മൾ ഒരു ബ്ലർബ്, വാട്ട് ഈസ് ബ്ലർബ്? ഒരു പുസ്തകം ഉണ്ടാവില്ലേ, പുസ്തകത്തിൻ്റെ എൻഡിലെ ചട്ടയിലുണ്ടാവും ആ പുസ്തകത്തിൻ്റെ പേര്, എഴുതിയ ആളുടെ പേര്, പിന്നെ ആ പുസ്തകത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽ ആട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ. ടൈറ്റിൽ, പുസ്തകത്തിൻ്റെ പേര്, നെയിം ഓഫ് ദി ബുക്ക്, എഴുതിയ ആളുടെ പേര്. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഇത് രണ്ടും സെറ്റല്ലേ? അത് കഴിഞ്ഞാൽ ബുക്കിൻ്റെ പേര് വീണ്ടും ഇവിടെ എഴുതുക, റൈറ്ററിൻ്റെ പേര്, ബൈ ആരാണോ എഴുതിയിട്ടുള്ളത് അത് എഴുതുക. ദ വണ്ടർഫുൾ നോവലെങ്കിൽ നോവല്, സ്റ്റോറിയെങ്കിൽ സ്റ്റോറി, പോയെങ്കിൽ പോയം, കളക്ഷൻ ആണെങ്കിൽ കളക്ഷൻ, എന്താണോ കേട്ടോ വണ്ടർഫുൾ സ്റ്റോറി നമ്മൾ കൂട്ടുക. ഫോർ എക്സാമ്പിൾ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എൻ്റെ പ്രേമലേഖനം എന്ന് പറയുന്ന പുസ്തകത്തിനെ കുറിച്ച് നമ്മൾ എഴുതുന്ന കൂട്ടിക്കെട്ടാം. പ്രേമലേഖനം ബൈ വൈക്കം മുഹമ്മദ് ബഷീർ, ദ വണ്ടർഫുൾ സ്റ്റോറി അല്ലേ, ടെൽസ്, പറയുന്നു അബൌട്ട്, എന്തിനെ കുറിച്ചാണ് പറയുന്നത് പറ, അബൌട്ട് ലവ്, എന്തിനെ കുറിച്ചാണ് പറയുന്നത് പറ, സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലേ, വണ്ടർഫുൾ ലവ് അല്ലേ. ആ കോണ്ടന്റ് ഓഫ് ദി ബുക്ക് എന്ത് ചെയ്യുക, ഇവിടെ എഴുതി വെക്കുക. സോറി, പിന്നെ ഇൻ എ ബ്യൂട്ടിഫുൾ മാനർ അല്ലേ, ആ പുസ്തകത്തിൽ എന്താണോ പറയുന്നത് അത് എഴുതിയിട്ട്, ലവിനെ കുറിച്ചാണ് പറയുന്നത്. ആരെ? ലവ് ബിറ്റ്വീൻ രണ്ടാൾക്കാർ തമ്മിലുള്ള, സാറാമിൻ്റെയും കേശവൻ നായരുടെയും തമ്മിലുള്ള ഒരു പ്രണയത്തിൻ്റെ ഒരു വല്ലാത്തൊരു ഒരു അനുഭൂതിയാണ്, അല്ലെങ്കിൽ ഒരു പിക്ചറൈസേഷൻ ആണ് എന്തിൽ കൊടുത്തിട്ടുള്ളത്, ഈ പ്രേമലേഖനം എന്ന് പറയുന്ന പുസ്തകത്തിലുള്ളത് കേട്ടോ. അല്ലെങ്കിലോ നമ്മൾ ബെന്യാമിൻ്റെ ആടുജീവിതമാണെങ്കിലോ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ലൈഫ് ഓഫ് എ അല്ലേ, നമുക്കറിയാൻ പറ്റും. ലൈഫ് ഓഫ് നജീബ് അല്ലേ, നജീബിൻ്റെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്, അവിടെ എഴുതി കൊടുക്കാൻ പറ്റും. ഇൻ എ ബ്യൂട്ടിഫുൾ മാനർ, എങ്ങനെയാണ്, വളരെ മനോഹരമായിട്ട് കൊണ്ട്. പിന്നെ നമ്മുടെ ആളുടെ പേരെന്താണ്, ഇപ്പം നമ്മൾ ആദ്യം എടുത്ത ആളുടെ പേരെന്താണ്, വൈക്കം മുഹമ്മദ് ബഷീർ അല്ലേ. അദ്ദേഹം ഒരു പോയറ്റാണ്, അല്ലെങ്കിൽ നോവലിസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് റൈറ്ററാണ്. ക്രിയേറ്റഡ് എ സ്പേസ് ഓഫ് ഹിസ് ഓൺ, അദ്ദേഹം തൻ്റേതായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇൻ ദ വേൾഡ് ഓഫ് ക്രിയേറ്റീവ് ലിറ്ററേച്ചർ. സാഹിത്യത്തിൻ്റെ ലോകത്തിലേക്ക് അദ്ദേഹം തൻ്റേതായിട്ടുള്ള ഒരു ഇടം ഉണ്ടാക്കിയെടുത്ത ആളാണ് ആര്, വൈക്കം മുഹമ്മദ് ബഷീർ. ഇത് പെണ്ണാണെങ്കിൽ ഷീനാക്കേണ്ടി കേട്ടോ. ഡെപ്പിക്സ്, ചിത്രീകരിക്കുന്നു. ഹിസ് വ്യൂസ് ആൻഡ് യുണീക്ക്നെസ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ ആ യുണീക്ക്നെസ്സും അല്ലേ ഇൻ ദിസ് വർക്ക്, ഈ വർക്കിൽ കാണിക്കുന്നു. ദ റൈറ്റിംഗ് സ്റ്റൈൽ ഇസ് ട്രമെൻഡസ്, എഴുതിയിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ട്രമെൻഡസ് കേട്ടോ, ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ എന്നൊക്കെ എഴുതാൻ പറ്റും കേട്ടോ. ആൻഡ് വി ക്യാൻ സേ ഇറ്റ്സ് ബിയോണ്ട് എക്സ്പ്ലനേഷൻ, നമുക്ക് പറയാൻ പറ്റും ഇത് വർണ്ണിക്കാൻ പറ്റുന്നതിൽ അങ്ങേപ്പുറത്താണ് കേട്ടോ, അതിനും അപ്പുറമാണ്, വർണ്ണനകൾക്ക് അതീതമാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് തള്ളി മറിക്കാൻ പറ്റും. സോ അതുകൊണ്ട് വി കാൻ ഷട്ട് അവർ ഐസ്, നമുക്ക് നമ്മുടെ കണ്ണടക്കാൻ പറ്റൂല അഗെയിൻസ്റ്റ് ദി ഗുഡ് നാച്ചർ ഓഫ് ദിസ് വർക്ക്. ഈ വർക്കിൻ്റെ നന്മക്കെതിരെ, അത്രയും നന്മയുള്ളൊരു വർക്കാണ് ആരുടെ വർക്ക്, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇതിന് ശേഷം ആ പുസ്തകത്തിൻ്റെ പേര് കണ്ട, പ്രേമലേഖനം, ഇൻസ്പയർസ് യങ് മൈൻഡ്സ് അല്ലേ, യുവാക്കളുടെ മൈൻഡിനെ എന്ത് ചെയ്യുന്നു, ഇൻസ്പയർ ചെയ്യുന്നു. എന്തിന്? ടു ക്രിയേറ്റ് എൻ എൻലൈറ്റൻഡ് വേൾഡ്, ഒരു എൻലൈറ്റൻഡ് വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യുവ മനസ്സുകൾ എന്ത് ചെയ്യുന്നു, അത് ഇൻസ്പയർ ചെയ്യുന്നു. മാത്രമല്ല ഇത് ടച്ച് ചെയ്യുന്നു ഡീപ്പ് ഇൻ ഓൾ റീഡേഴ്സ് മൈൻഡ്, വായിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ അഗാധമായി ഇത് ടച്ച് ചെയ്യുന്നു. എല്ലാ വർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അടുത്തത്, ഇറ്റ് വാസ് പബ്ലിഷ്ഡ്, അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആരാണ് പറ, ബൈ ABCD പബ്ലിഷേഴ്സ്. ABCD പബ്ലിഷേഴ്സ് ആണ് പബ്ലിഷ് ചെയ്തത് ഇൻ 2019. ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക, ഇയർ കൊടുക്കട്ടോ. പിന്നെ നമ്മൾ മിഡിലായിട്ട് വരുന്നത് അതർ നോട്ടബിൾ വർക്ക്സ് ഓഫ് ദി റൈറ്റർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാക്കിയുള്ള വർക്കുകളെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു, പാത്തുമ്മേൻ്റെ ആട് എന്നൊക്കെ പറയുന്ന കുറച്ച് നോട്ടബിൾ വർക്ക്സ് ഉണ്ടാവില്ലേ, അറിയുന്നെങ്കിൽ അത് എഴുതി വെക്കുക. മനസ്സിലായോ മക്കളെ? കുറച്ച് വായന ഒക്കെ നമുക്ക് എല്ലാവർക്കും വേണം കേട്ടോ. നെക്സ്റ്റ്, അതിൻ്റെ പ്രൈസ് എഴുതി കൊടുക്കുക. ദെൻ ABCD ബുക്ക് പബ്ലിഷേഴ്സിന് എഴുതി കൊടുക്കുക. ഇവിടെ കണ്ട www.abcdbooks.com എന്ന് എഴുതി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലർബ് ഫിനിഷായി. താങ്ക് യു വെരി മച്ച്. ദിസ് ഇസ് മീ യുവർ ഷാഫി സർ സൈനിങ് ഓഫ്. ബൈ.